Hello, this is part 16 of Making Lived Experiences Matter. ഈ പാർട്ട് 16 കുറച്ച് നേരത്തെ വന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, of course, today is April 2nd and it is World Autism Awareness Day and April is supposed to be the awareness month. പക്ഷെ ഞാൻ വീഡിയോ ഇടുന്നില്ല. എനിക്ക് ഓട്ടിസം എന്നുള്ളതിൻ്റെ അർത്ഥം ഒരു 30 വർഷം മുമ്പാണ് ആദ്യം എനിക്ക് ഓട്ടിസം എന്നുള്ള വാക്ക് കേൾക്കണം. ഞാൻ ഗ്രാജുവേഷൻ സൈക്കോളജിക്ക് കയറുന്ന ഫസ്റ്റ് ഇയറിലാണ് ഞാൻ ഈ വിച്ച് ഇസ് 1994 കുറച്ച് പഠിക്കുന്നുള്ളൂ. സോ അന്നത്തെ ഓട്ടിസത്തിൻ്റെ കുറിച്ചുള്ള ചിന്തകളും അതിനെക്കുറിച്ചുള്ള വികാരങ്ങളും after 30 years in 2024 how it has evolved and changed to a point where എനിക്കിപ്പം ഈ സെൽഫ് അഡ്വക്കസി, അതായത് ആരെ പറ്റിയാണോ നമ്മൾ സംസാരിക്കുന്നത്, ആരെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ അനുഭവങ്ങളും എക്സ്പീരിയൻസസും കേൾക്കണം എന്നുള്ളതിലേക്കാണല്ലോ നമ്മൾ ഈ പ്രൊഫഷണൽസും പേരൻസും ഒക്കെ പഠിക്കാൻ പറ്റുന്നത്. വാട്ട് ഈസ് ദെയർ എക്സ്പീരിയൻസ്? നമുക്കിപ്പം ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ പേരൻസും പ്രൊഫഷണൽസും ഇരിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ലിസൺ ടു വാട്ട് ഈസ് ദെയർ എക്സ്പീരിയൻസ്, ഇല്ലേ? എന്ന് വെച്ചിട്ട് ബാക്കി എല്ലാവരുടെയും എക്സ്പീരിയൻസസ് വാലിഡ് അല്ല എന്നില്ല. പക്ഷേ ആസ് ചിൽഡ്രൻ, ഒരു കുട്ടികളായിരിക്കുമ്പം അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുള്ള അറിവില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം ഒരുക്കേണ്ടത് ആൾക്കാരാണ് പേരൻസും പ്രൊഫഷണൽസും. പ്രൊഫഷണൽസ് ക്യാൻ ബി ടീച്ചേഴ്സ് ഓർ ഹൂവർ എൽസ് ഫോർ എനി ചൈൽഡ്, വെദർ ഓട്ടിസ്റ്റിക് ഓർ നോൺ ഓട്ടിസ്റ്റിക്, എനി ചൈൽഡ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാനൊരു പേരൻറ്റിങ്ങിലും പെർസ്പെക്റ്റീവിൽ പോകുന്ന ഈ ആങ്സൈറ്റി ട്രോമ എന്നുള്ള ആംഗിളിലാണ് ഈ ഓട്ടിസത്തിനെയും ഞാനിപ്പോൾ കാണുന്നത്. അപ്പം ഇന്ന് ഈ വീഡിയോ ഇടണോ വേണ്ടിയോ എന്നൊക്കെ ഇറ്റ് വാസ് ഡബിൾ മൈൻഡ്. ആൻഡ് ദെൻ ദർ വാസ് അനദർ റീസൺ വേറിൻ എനിക്കൊരു നല്ല സുഹൃത്തും ഗ്രേറ്റ് ഫിലന്ത്രോപ്പിസ്റ്റ് ഹൂ സപ്പോർട്ട്സ് ഡൈവേഴ്സ് കോസസ് ആൻഡ് ചൂസസ് ടു ബി അനോണിമസ്, ഫിനാൻഷ്യലി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള, പല പല ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പേഴ്സൺ, ആൻഡ് ഓൾസോ സംബഡി ഹു വ്യൂസ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാറുമുണ്ട്. ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന ഒരാൾ എനിക്കൊരു ഐഡിയ തന്നു. ഐ എം നോട്ട് മെൻഷനിങ് ദ നെയിം ബിക്കോസ് ഹി വാണ്ട്സ് ടു ബി അനോണിമസ്. സോ ഹി സെഡ്, ഏതെങ്കിലും ഒരു സിനിമാ കഥയായിട്ടും സിനിമയിൽ എങ്ങനെയാണോ ഈ ട്രോമ ആങ്സൈറ്റി എന്നുള്ള കോൺസെപ്റ്റ്സ് ചിത്രീകരിക്കുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. സോ ഐ തോട്ട് ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. എസ്പെഷ്യലി മലയാളം സിനിമ, ഒരുപാട് നല്ല സിനിമകളുണ്ട് വേർ ദേ ഡു ടോക്ക് അബൌട്ട് ചൈൽഡ്ഹുഡ് ട്രോമ ആൻഡ് ആങ്സൈറ്റി. ഒരുപാട് മെൻ്റൽ ഹെൽത്തിനെ ഫീച്ചർ ചെയ്യുന്ന പല നല്ല സിനിമകളുണ്ട്. സോ ഐ തോട്ട് ഓക്കെ, മേ ബി ഐ ഷുഡ് ഷെയർ അബൌട്ട് മൈ എക്സ്പീരിയൻസ് again in the context of autism and my journey with autism advocacy. എൻ്റെ വികാരങ്ങൾ, അതിൽ ആ ജേർണിയിലുണ്ടായ എൻ്റെ വികാരങ്ങളും ഈ ഒരു സിനിമയിലുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഫോർ ടുഡേ. സോ ദ സിനിമ ദറ്റ് ഐ എം ചൂസിങ് എനിവേ ഇറ്റ്സ് നോട്ട് എ മലയാളം സിനിമ, പക്ഷേ പണ്ടത്തെ സിനിമയാണ്. മൂന്നാം പിറ എന്ന് പറഞ്ഞിട്ട് കമലഹാസനും ശ്രീദേവിയുടെയും പണ്ടത്തെ ഒരു സിനിമ വേർ ശ്രീദേവി ഈസ് പോർട്രേയിങ് ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ എന്ത് എക്സാക്ട്ലി ആണ് പോർട്രേ ചെയ്തതെന്ന് എനിക്ക് പിടിയില്ല. ബട്ട് ബേസിക്കലി സം കൈൻഡ് ഓഫ് എ കോഗ്നിറ്റീവ് ഇഷ്യൂ ദാറ്റ് ഷീ ഹാസ് വിത്ത് ആഫ്റ്റർ ഒരു ട്രോമാറ്റിക് ഈവൻറ്റ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഇൻ ഹെർ കോഗ്നിഷൻ ആൻഡ് ഫീലിങ്സ് ആൻഡ് ഹെർ അണ്ടർസ്റ്റാൻഡിങ് കോംപ്രിഹെൻഷനൊക്കെ മാറിപ്പോകുന്നു. ആൻഡ് കമൽഹാസൻ ഇങ്ങനെ ചെറിയ കുട്ടിയെ നോക്കുന്ന മാതിരി നോക്കി ഫൈനലി ട്രൈങ് ടു ഈസ് ഹർ സ്ട്രഗിൾ, സപ്പോർട്ടിങ് ഹെർ ആൻഡ് മേക്കിംഗ് ഹെർ ഹീൽ എന്നുള്ളൊരു പ്രോസസ്സാണ്. അതിൻ്റെ ലോജിക്കൊന്നും അതൊന്നും ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്, അതൊന്നുമല്ല. പക്ഷേ ദ ഹോൾ ഐ എം ലുക്കിംഗ് അറ്റ് ദ വികാരം ഓഫ് കമൽഹാസൻ ഇൻ ദിസ് വെർ ഹീ ഈസ് ഇറ്റ്സ് അൺകണ്ടീഷണൽ ലവാണ്, ഒരുപാട് ഇഷ്ടമാണ്, എന്തും സഹിക്കാൻ റെഡിയാണ്, കംപ്ലീറ്റ് ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിട്ട് finally when his not exactly baby but the love of his life heals and gets better and gets her voice back and gets her life back and she can speak up for herself and take forward her journey without his support എന്നുള്ള രീതിയിലാവുമ്പം she forgets him completely. മറന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരങ്ങളും
വികാരങ്ങളും ചിന്തകളും ആൻഡ് ദ ഡെസ്പറേഷൻ to be heard, to be seen that Kamal Haasan portrays in the last scene. അതിൽ ഹിന്ദി വേർഷനും ഉണ്ട്, സദ്മ എന്ന് പറഞ്ഞിട്ട്, where the last scene is he's running behind her in the train saying, this is me, I am the one who took care of you, you are here because I went through a lot. She's completely forgotten her journey. So ഇങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് ഈ ഓട്ടിസം ഫീൽഡിൽ ഈ ഏറ്റവും റീസെൻറ്റ് എക്സ്പീരിയൻസ്, മൈ ലിവ്ഡ് എക്സ്പീരിയൻസ് ആണ്. സോ അഗൈൻ വെൻ ഐ ടോക്ക് അബൌട്ട് ലിവ്ഡ് എക്സ്പീരിയൻസസ്, ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ളൊരു ലിവ്ഡ് എക്സ്പീരിയൻസസാണ് ഞാനിവിടെ പറയണേ. എന്ന് വെച്ചിട്ട് ആ ഇവൻറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ആവണമെന്നില്ല. ഓക്കെ, ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആൻഡ് വിച്ച് ഇസ് ഓക്കെ. നമ്മൾ ഈ ലിവ്ഡ് എക്സ്പീരിയൻസസ് മാറ്റർ എന്ന് പറയുമ്പം എൻ്റെ അനുഭവം എന്താണോ അതൊരു ഡിബേറ്റ് ചെയ്യണ ചർച്ചാ വിഷയമല്ല. എൻ്റെ അനുഭവം അങ്ങനെയാണെങ്കിൽ ആണ്, വേറൊരാൾ പറയുകയാണെങ്കിൽ ഓ സിമയുടെ അനുഭവം അങ്ങനെയായിരുന്നു പക്ഷേ എൻ്റെ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് അങ്ങനെയല്ല. I don't need to question them, how come you experience differently. I don't need to question their experience and they do not have to question my experience either. അവിടെയാണ് നമ്മൾ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഈ രണ്ട് എക്സ്പീരിയൻസസും കംപ്ലീറ്റ്ലി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. ഫോർ ദ സെയിം ഇവൻ്റ് ആണെങ്കിൽ അത് വാലിഡ് ആണ്. സോ ദ എക്സ്പീരിയൻസ് ഹിയർ ഇസ് അബൌട്ട് മീ ഗെറ്റിംഗ് ഇൻവൈറ്റഡ് ഒരു കോൺഫറൻസിന്, ജാനുവരിയിലൊരു കോൺഫറൻസിന് ഇൻവിറ്റേഷൻ കിട്ടി. അപ്പോൾ അത് ഇൻവിറ്റേഷൻ കിട്ടിയത് എന്ത് കോൺഫറൻസ് ആയിരുന്നു? ടു പ്രസൻറ്റ് മൈ 30 years ഓഫ് മൈ ലൈഫ്, മൈ വർക്ക്, മൈ അഡ്വക്കസി, മൈ എഡ്യൂക്കേഷൻ എല്ലാം, വിച്ച് ഇസ് മൈ ബേബി, ദിസ് ബുക്ക്, മൈ തീസീസ്. അപ്പോൾ എൻ്റെ റീസർച്ചും എൻ്റെ വർക്കും എല്ലാം കൂടെ പ്രസൻറ്റ് ചെയ്യാനൊരു ന്യൂറോ ഡൈവേഴ്സിറ്റി കോൺഫറൻസ് വിച്ച് ഇസ് ഓർഗനൈസ്ഡ് ബൈ ഏറ്റവും വലിയ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ അവർ കൺട്രിയാണ്. അപ്പോൾ ഇത് ഭയങ്കര എനിക്കൊരു ഇറ്റ് വാസ് ലൈക്ക് കമ്മിങ് എ ഫുൾ സർക്കിൾ. ഇത്രയും ഞാൻ അനുഭവിച്ചത്, അഡ്വക്കസിയിലും ഒക്കെ അനുഭവിച്ചത് ഒക്കെ ഫൈനലി ഇറ്റ് ഇസ് ബീങ് ഹേർഡ് എന്നുള്ള PhD കിട്ടിയപ്പോൾ തന്നെ ഏകദേശം അങ്ങനെയായിരുന്നു. പക്ഷേ ദിസ് വാസ് ലൈക്ക് എ ബിഗർ റെക്കഗ്നിഷൻ. ഐ തോട്ട് ഓക്കെ ദിസ് ഇസ് ഗോയിങ് ടു വാലിഡേറ്റ് മൈ ബേബി എന്ന് പറഞ്ഞ് ഞാൻ ഇതെൻ്റെ കുഞ്ഞായിട്ട് അത്രയും പ്രൊട്ടക്ഷൻ കണക്ഷനായിട്ട് കൊണ്ടുപോകുന്നതാണ്. വിച്ച് ഇസ് ട്രൂ ഫോർ ഓൾ മദേഴ്സ്, ഫോർ ഓൾ ഓഫ് അസ്. നമുക്ക് എന്തിനോടെങ്കിലും ഒരുപാട് ഇഷ്ടവും അൺകണ്ടീഷണൽ ലവ്, നമുക്കതിൽ കുറേ എക്സ്പീരിയൻസസ് അതുമായിട്ട് ആ ഒരു വ്യക്തിയായിട്ടോ ഒരു ഇവൻറ്റുമായിട്ടോ ഉണ്ടെങ്കിൽ വി ടെൻഡ് ടു പ്രൊട്ടക്റ്റ് അവർ സെൽസ് ആൻഡ് ദറ്റ് ഇവൻറ്റ്. നമ്മളതിനെ കാത്തു സൂക്ഷിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ അവിടെ പോയി വിത്ത് ഫുൾ ഓൺ മൈ തിങ്കിങ് ഇസ് വൗ, ദിസ് ഇസ് ലൈക്ക് വൗ, ഫീലിങ്സ് ഇസ് ഫുൾ ഓൺ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ ചെന്നു, നല്ല ആങ്സൈറ്റിയും ഉണ്ട്, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പ്രസൻറ്റ് ചെയ്തു ആൻഡ് ഐ തോട്ട് ഐ ഡിഡ് എ ഡീസൻറ്റ് ജോബ്. എനിക്ക് വേണ്ടുന്ന രീതിയിലെല്ലാം പറഞ്ഞു, ഓടിച്ചിട്ടാണ് പറഞ്ഞത്. ഇറ്റ് വാസ് ഓൺലി a 20 minutes talk and I did it. And then there were other very very wonderful speakers. ഒരുപാട് സെൽഫ് അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു, റീസേർച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഡൈവേഴ്സ് ഡിസബിലിറ്റി, ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടായിരുന്നു. സോ ഫോർ മീ, my understanding of neurodiversity, of which autism is only one part of it. ഒന്നാമത് ഡയഗ്നോസ്റ്റിക് മോഡലിൽ വർക്ക് ചെയ്യുക ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നുള്ള കോൺസെപ്റ്റാണ് കൂടുതലും ഇൻട്രസ്റ്റോടെയാണ് ഞാൻ പോയത്. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് അബൌട്ട് ലേബലിങ് എനിബഡി. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും വ്യത്യാസമാണ്. ന്യൂറോ ഡൈവേഴ്സ് എന്ന് വെച്ചാൽ ന്യൂറോളജിക്കലി നമ്മളെല്ലാം വ്യത്യസ്തരാണ്. ഒരു ആളും ഒരേ രീതിയിലല്ല അവരുടെ റീസണിങ് ബ്രെയിൻ, തിങ്കിങ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഒരേ രീതിയിലല്ല അവരുടെ മാമൽ ബ്രെയിൻ ഓർ എന്താ പറയുക ഫീലിങ്സ് പോകുന്നത്. അവരുടെ മെമ്മറീസ് സെയിം അല്ല, പേഴ്സണാലിറ്റീസ് സെയിം അല്ല, എല്ലാം വ്യത്യാസമാണ്. അവരുടെ ബോഡി ട്രിഗർ ആവുന്നതും കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. സെൻസറി സിസ്റ്റം, നമ്മുടെ സെൻസറി ബ്രെയിനിൽ നിന്ന് ഓരോ സെൻസ് ഓർഗൻസിൽ നിന്ന് പെർസീവ് ചെയ്യുന്നത്, കാഴ്ചകളാണ്, എല്ലാം വ്യത്യാസമാണ്. സോ നോ ടു ഓഫ് അസ് ആർ alike എന്നുള്ളതാണ് ഈ ന്യൂറോ ഡൈവേഴ്സിറ്റിയുടെ ഹോൾ കോൺസെപ്റ്റ്. ആൻഡ് ഐ തിങ്ക് ഐ എം എ സ്ട്രോങ് advocate of that now, because which is true. ഒരേ ഡയഗ്നോസിസ് വെച്ചിട്ട് രണ്ടാൾക്കാർ വന്നാലും അവരുടെ ചിന്തകളും അവരുടെ അനുഭവങ്ങളും പറയുന്നത് ഒരുപാട് വ്യത്യാസമായിട്ടാണ്. ഇപ്പോൾ ദൂരെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്കെല്ലാം ഒരേപോലെ തോന്നും. ഓക്കെ, ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ വീൽ ചെയർ യൂസേഴ്സ് അല്ലെങ്കിൽ വിഷ്വലി ഇംപെയർഡ് അല്ലെങ്കിൽ ഹിയറിങ്, അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ദൂരെ നിന്ന് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരേപോലെ ഇരിക്കുന്നുണ്ട്, ഒരേ പ്രശ്നങ്ങൾ ഏകദേശം.
പക്ഷെ ദ മോർ വി ഗോ ക്ലോസർ ആൻഡ് ക്ലോസർ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ആ ഇൻഡിവിജ്വലിൻ്റെ നീഡ്സ് അനുസരിച്ച് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അടുത്തേക്ക് ചെല്ലണം. വി ഹാവ് ടു ഗോ ക്ലോസർ ടു ദെം ആൻഡ് ലേൺ ഫ്രം അവരുടെ അനുഭവങ്ങളും കൂടെ നമ്മൾ ഉൾക്കൊണ്ടപ്പം അപ്പോൾ എന്താ വ്യത്യാസങ്ങളാണ് കൂടിക്കൂടി വരുന്നത്. അത് തന്നെയാണ് ദാമ്പത്യത്തിലും പേരൻറ്റിങ്ങിലും പഠിക്കണം. നമ്മൾ ഒരാളോടുകൂടെ ദൂരെ ഒരുപാട് അടുക്കാത്തപ്പം നമുക്ക് നമ്മളെല്ലാവരും സെയിം ആയിട്ട് തോന്നും. പക്ഷെ കൂടുതൽ നമ്മളെ അറിയുമ്പം അറിയുന്നത് എന്താണ്, വ്യത്യാസങ്ങളാണ് നമ്മൾ കൂടുതൽ അറിയണത്. സോ സ്വാഭാവികമായിട്ടും ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ മാരേജസ് ഓൾസോ. ഡിസഗ്രിമെൻറ്റ്സ് കൂടും ബിക്കോസ് ഓ മൈ ഗോഡ് ഐ ഡിഡ് നോ യു വർ ഡൂയിങ് ലൈക്ക് ദിസ്. അങ്ങനെ വ്യത്യാസങ്ങൾ കൂടി വരും ബിക്കോസ് നമ്മൾ കൂടുതൽ അടുക്കുവാന്ന് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ സിമിലർലി ഈവൻ വിത്ത് ഓട്ടിസം ഓർ എനി ഡയഗ്നോസിസ്, സെയിം ഡയഗ്നോസിസ് കിട്ടിയ ആൾക്കാരുടെ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് ഈ സെൽഫ് അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞ് വന്നാലും സെൽഫ് എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അഡ്വക്കേറ്റ് ഫോർ യുവർ സെൽഫ്. യുവർ ജേർണി ആസ് എൻ ഓട്ടിസ്റ്റിക് ഓർ എ നോൺ ഓട്ടിസ്റ്റിക് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അനദർ ഓട്ടിസ്റ്റിക് ഓർ എ നോൺ ഓട്ടിസ്റ്റിക്. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവം എന്ന് പറഞ്ഞു കഴിയുമ്പം ഇറ്റ് ഈസ് എ ലിറ്റിൽ പ്രോബ്ലമാറ്റിക് ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ കോൺഫറൻസ് വിച്ച് ഇസ് അവിടെ വൺ ഓഫ് ദ ഓട്ടിസ്റ്റിക് സെൽഫ് അഡ്വക്കേറ്റ്സ് എൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ കോൺഡിസെൻഡിങ് ആയിട്ടും വളരെ റൂഡായിട്ടുള്ള ടോണിലും ഒരു ബ്ലെയിം ഷെയിം എന്നുള്ള മോക്കിംഗ് ടോൺ. അപ്പോൾ എനിക്കിത് നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളത് കാരണം ഒരുപാട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ ഈ ഫ്ലാറ്റ് ടോണിൽ പറയുന്നത് കാരണം ചിലപ്പോൾ അത് റൂഡായിട്ട് നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെ വരാം. ബിക്കോസ് വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് ലിറ്ററലായിട്ട് ഇങ്ങനെയാണ് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതെന്താ ഇങ്ങനെ പറയണേ നമുക്ക് തോന്നാം. സോ ദാറ്റ് ഐ ഹാവ് ഹാഡ് ഇനഫ് എക്സ്പീരിയൻസ്. ഇത് അങ്ങനെയല്ലായിരുന്നു. ദിസ് വാസ് വെരി ഡിഫറെൻറ്റ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളും എടുത്തെടുത്ത് പേഴ്സണലി ഒരു അറ്റാക്കായിരുന്നു അവിടെ നടക്കണേ. അപ്പോൾ ദിസ് വാസ് വെരി അൺപ്രഡിക്റ്റബിൾ ഫോർ മീ. അപ്പോൾ എനിക്കൊരു ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ഹർ. അപ്പോൾ അവിടെ എന്തോ ട്രിഗർ ഉണ്ടെന്നൊക്കെ എനിക്കറിയാമെങ്കിലും കുറേ നേരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യങ്ങളൊക്കെ എനിക്ക് പിടികിട്ടി. ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. എൻ്റെ തിങ്കിങ് ബ്രെയിൻ ക്ലിയർ ആയിട്ട് അപ്പോൾ വർക്ക് ആവുന്നുണ്ട്. എനിക്ക് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവും എനിക്കറിയാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയാം. പക്ഷെ വികാരങ്ങൾ ആകെപ്പാടെ എന്താ പറ്റണേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇത്രയും പേരുടെ മുമ്പിൽ ഇതാണ് എൻ്റെ ബേബി എന്ന് പറഞ്ഞ് കാണിക്കുമ്പം ഒരാൾ വന്നിരുന്ന് അതിനെ കത്തിയിട്ട് കുത്തി കൊല്ലുന്ന മുതലാണ്. ഐ എം സ്റ്റാൻഡിങ് ദർ ആൻഡ് വാച്ചിങ് ഹെൽപ്ലെസ്ലി. അങ്ങനത്തെ ഒരു വികാരമായിരുന്നു. ആൻഡ് ഐ എം ഹെൽപ്ലെസ്. ഒരു ഭയങ്കര ഒരു ഹെൽപ്ലെസ്നെസ് or ആങ്സൈറ്റി rushed in and at my body level I could figure out I was triggering. ബോഡി ട്രിഗർ ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് അന്ന് ഞാൻ ഭാഗ്യത്തിന് സാരിയൊക്കെ കൊടുത്തുകൊണ്ട് പോയത് കാരണം മുട്ടിങ്ങനെ ഇരിക്കുന്നത് അവിടെ ആരും കണ്ടില്ല. ഇവിടെ ഒരു ടേബിളും ഉണ്ടായിരുന്നു. സോ nobody could see. I was keeping a very straight face thanks to all my training or whatever we call it as masking or whatever. അതൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അപ്പം then I had to അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയല്ലേ. അപ്പോൾ എനിക്കറിയില്ല പാസ് എന്ന് പറയാൻ അവിടെ ഒരു സ്കോപ്പില്ല. പക്ഷേ അവിടെ ഐഡിയലി ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ ബോഡി ട്രിഗറായി എന്ന് എനിക്കറിയാം, എൻ്റെ വികാരങ്ങൾ ഓവർവെൽംഡ് ആയി എന്നറിയാം, ചിന്തകളൊക്കെ ഉണ്ട്, എല്ലാം കറക്റ്റായിട്ട് അറിയാം. പക്ഷെ അത് അലൈൻ ചെയ്ത് ഞാൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവില്ല എന്ന് എനിക്കറിയായിരുന്നു. നെവർദലെസ് ഞാൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, തിങ്കിങ് ദാറ്റ് ഷോ ഇങ്ങനെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് പറഞ്ഞല്ലേ പറ്റൂ എന്നുള്ളൊരു പോയിന്റിലേക്ക് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു. ആൻഡ് ആസ് എക്സ്പെക്റ്റഡ് ഞാൻ പറഞ്ഞതിൽ അത്രയും ക്ലാരിറ്റി ആയിട്ട് അവരും അവിടെ ട്രിഗേർഡായിട്ട് ഇരിക്കുവാന്ന് എനിക്ക് മനസ്സിലാക്കണമായിരുന്നു. ആൻഡ് ഐ ഷുഡ് ഹാവ് ടോൾഡ് ഹർ ദാറ്റ് യു നോ ദിസ് വോയിസ് ആൻഡ് ടോൺ ആൻഡ് ദ ചോയ്സസ് ഓഫ് വേർഡ്സ് നോട്ട് അക്സെപ്റ്റബിൾ. ഐ ഫീൽ അൺസേഫ് ആൻഡ് ഐ ഫീൽ ത്രെറ്റൻഡ് ബൈ യു. എനിക്കിത് നിങ്ങൾ കുറച്ചും കൂടെ ഡിഗ്നിഫൈഡ് ആയിട്ട് മാന്യമായിട്ട് ക്ലിയർ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഇതൊക്കെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ആൻഡ് ഐ ക്യാൻ ആൻസർ എന്ന് പറയാമായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്ത് പറ്റി, ഷീ ഗോട്ട് മോർ ട്രിഗേർഡ്. അപ്പോൾ ഞാൻ ചോദിച്ച ആൻസറിനെ പിന്നെയും പറഞ്ഞു. അപ്പോഴത്തേക്കും സെക്കൻഡ് റൗണ്ട് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് ആ കുട്ടിയുടെ റേജ് എന്ന് പറഞ്ഞാൽ അങ്ങ് ദേഷ്യം. അപ്പോൾ ഈ സെൽഫ് അഡ്വക്കസി എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടത് അഡ്വക്കസി അല്ലായിരുന്നു, അഗ്രഷൻ. ഇറ്റ് വാസ് നോട്ട് ഈവൻ അഗ്രഷൻ, ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എ റേജ്, ഒരു ഭയങ്കര തീവ്രമായ ഒരു ദേഷ്യം. അപ്പോൾ ദെൻ ഐ റിയലൈസ്ഡ് ഐ യൂസ് ടു ബി ലൈക്ക് ദാറ്റ്. ബിക്കോസ് നമ്മൾ ഈ
പല പല മൂവ്മെൻറ്റ്സ് വെൻ വി വോണ്ട് ടു ബി ഹേർഡ്. നമ്മൾക്ക് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് കമ്മ്യൂണിറ്റി ആവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ വിത്ത് വിമൻ, ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ തുടങ്ങുമ്പം ബേസിക് റൈറ്റ്സ് ആണ് ചോദിച്ചു വരുന്നത്. ജസ്റ്റ് ഹിയർ അസ്, വി ഓൾസോ വോണ്ട് ടു ബി ഹേർഡ് എന്ന് വെച്ച് തുടങ്ങിയാലും ആരും കേൾക്കാതെ വരുമ്പം ഉറക്കെ വിളിച്ച് കൂവിയാലേ, ഷൗട്ട് ചെയ്താലേ ആരെങ്കിലും കേൾക്കുള്ളൂ എന്നുള്ളൊരു സ്ഥിതി എത്തിയപ്പം ആ ഷൗട്ടിങ് കൈൻഡ് ഓഫ് ബിക്കെയിം ഒരു അഡ്വക്കസി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ആക്ടിവിസം എന്ന് പറയുമ്പോൾ ഒരു ആങ്കറായിട്ട് അൺഫോർച്ചുനേറ്റ്ലി ലിങ്ക്ഡായി. പക്ഷേ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ അടിച്ചമർത്തണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല തുടങ്ങുന്നത്. പ്ലീസ് ഇൻക്ലൂഡ് അസ് ഓൾസോ, ഹിയർ അസ് ഓൾസോ എന്ന് ഒരു സ്പെഷ്യൽ നീഡും അല്ല, ബേസിക് നീഡാണ് ചോദിച്ചു വരുന്നത്, ലവ്, റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി. പക്ഷെ കുറേ നാളത് ചോദിച്ചിട്ടും കിട്ടാതെ വരുമ്പം ദർ ഈസ് എ ബിഗ് ചാൻസ് ദാറ്റ് ഈ ഒരു ട്രോമ, ഇതിനെ ആ ട്രോമ എന്ന് പറഞ്ഞു ഇത്രയും നാളും ആ ആങ്സൈറ്റി, ആ ട്രോമ നമ്മളുടെ ഒത്തൻറ്റിക് സെൽഫിനെ ക്രഷ് ചെയ്ത് ആര് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെയാണ്. പേരൻസ് ആവാം, പ്രൊഫഷണൽസ് ആവാം, സ്കൂൾ ഫ്രണ്ട്സ്, ആരും നമ്മളെ മനസ്സിലാക്കാതെ ഫൈനലി ഒരു അഡൾട്ടായി കഴിഞ്ഞു ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പം വന്ന് ഞാൻ അവിടെ വന്ന് പേരൻറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മേ ബി ദാറ്റ് വാസ് എ ട്രിഗർ പോയിൻറ്റ്. ഐ ഹാവ് നോ ക്ലൂ വാട്ട് വാസ് എ ട്രിഗർ പോയിൻറ്റ്. പക്ഷേ എന്തൊക്കെയോ അവിടെ ട്രിഗറായിട്ട് ആകെപ്പാടെ കൈവിട്ട് പോയി. അപ്പോൾ ദെൻ വാട്ട് ഹാപ്പൻ? സോ ദെൻ thankfully, thanks to all the beautiful other autistic individuals I have had the privilege of working with and still work with, ഒരുപാട് ക്ലയൻസ് ഉണ്ട് ഹൂ കെയിം. അവർ വരുമ്പം അവർ വേറെ പല ഡയഗ്നോസിസ് വെച്ചിട്ട് സൈക്യാട്രിക് മെഡിക്കേഷൻ എടുത്തുകൊണ്ടാണ് വന്നത്. ചിലർ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞു വന്നിരുന്നു, ചിലർ ബൈപോലാർ എന്ന് പറഞ്ഞു വന്നിരുന്നു, ചിലർ ഡിപ്രഷൻ, അങ്ങനെ പല ഡയഗ്നോസിസും. ഞാൻ ഡയഗ്നോസ്റ്റിക് മോഡലിലല്ല വർക്ക് ചെയ്യുന്നത്, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല, ഞാൻ എൻ്റെ തീസീസിൽ പഠിച്ചതാണ് ഞാൻ ഷെയർ ചെയ്യണത്. യുവർ ലിവ്ഡ് എക്സ്പീരിയൻസസ് മാറ്റർ എന്നുള്ള പറഞ്ഞാലും ദേ ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് സെൻസ്. ബിക്കോസ് ആ കിട്ടിയ ഡയഗ്നോസിസിൽ അവർ തൃപ്തരല്ലായിരുന്നു. ബിക്കോസ് അവർക്ക് അതുമായിട്ട് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് വാസ് നോട്ട് മേക്കിംഗ് സെൻസ്. അവരുടെ എക്സ്പീരിയൻസസും അവർക്ക് കിട്ടിയ ലേബലും തമ്മിൽ അങ്ങോട്ട് ശരിക്കും കണക്ട് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച് though I am not for a diagnostic model, എൻ്റെ അടുത്ത് സഹായം തേടുന്ന ആൾക്ക് ഡയഗ്നോസിസ് ആണ് അവർക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വൈ വുഡ് ഐ സേ നോ ഡോണ്ട് ഗോ ഫോർ ഡയഗ്നോസിസ്, ദിസ് ഇസ് ഓൾ റോങ് എന്ന് പറയേണ്ട ആവശ്യമില്ല. വൈ? ബിക്കോസ് അവരുടെ എക്സ്പീരിയൻസസ് അവർക്ക് അതാ വേണ്ടത്. സോ these clients were directed to assessment centers, great wonderful assessment centers and therapists, and അവർക്ക് ഓട്ടിസം എന്നുള്ള ഡയഗ്നോസിസ് കിട്ടിയവരുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും സംസാരിക്കുമ്പോൾ ഒരു കൂട്ടരും ഒരേപോലത്തെ എക്സ്പീരിയൻസസ് അല്ല, ഒട്ടും പറഞ്ഞിട്ടില്ല. ദൂരെ നോക്കുമ്പോൾ യെസ് എല്ലാവർക്കും ഒരേ ലേബൽസ് ഉണ്ട്, പക്ഷെ അടുത്തേക്ക് ചെല്ലും തോറും വ്യത്യാസങ്ങളാണ് കൂടി വന്ന്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടിയുടെ ഈ അഗ്രഷൻ കണ്ടപ്പം I could understand her aggression. I can acknowledge it, I can validate it, yes. പക്ഷേ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. ബിക്കോസ് ട്രിഗേർഡ് ആയിട്ട് ഡിസ്റെഗുലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുടെ അടുത്ത് ഞാൻ കയറി സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഞാനും കൂടെ ആ ഡിസ്റെഗുലേഷനിൽ പുൾ ചെയ്യപ്പെടും. അത് പറ്റുകയും ചെയ്തു. ഐ കുഡ് സി ഐ ട്രിഗേർഡ്. ഫൈനലി നെക്സ്റ്റ് കുറേയും കൂടെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാനപ്പം അവിടെ കീഴടങ്ങി. ഞാൻ പറഞ്ഞു, സി ഐ റെഫ്യൂസ് ടു അക്സെപ്റ്റ് blame and shame for something that I do not know, or എനിക്ക് എന്താ what I didn't know was what is she thinking, what is a question എന്നുള്ളത് കംപ്ലീറ്റ്ലി ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് അതിനുള്ള സ്കില്ലും അപ്പോൾ കിട്ടുന്നില്ല. ബിക്കോസ് എനിക്ക് ആ സപ്പോർട്ട് വേണമായിരുന്നു. സോ ഐ നീഡ് സപ്പോർട്ട് എന്നുള്ളത് അവിടെ വോയിസ് ചെയ്തു. പക്ഷേ വാട്ട് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് വാസ് സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരുമില്ലായിരുന്നു. ഡെസ്പൈറ്റ് സോ മെനി നോളജബിൾ PhD ഉള്ള ആൾക്കാരുണ്ടായിരുന്നു, റീസേർച്ചേഴ്സ് ഉണ്ടായിരുന്നു, പല ഫീൽഡിലുള്ള വലിയ ആൾക്കാരുണ്ടായിരിക്കും. എല്ലാവരും ഫ്രോസൺ ആയിപ്പോയി. എല്ലാവരും ഇങ്ങനെ പേടിച്ച് കിടങ്ങി അവിടെ ഇരുന്നു. വൈ? ബിക്കോസ് ഓട്ടിസ്റ്റിക് സെൽഫ് അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചൊന്നും പറയാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഹെർ എക്സ്പീരിയൻസ്. But the point was, I wasn't talking about her experience. I am talking about my advocacy journey. എൻ്റെ റീസേർച്ചും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ഡിഗ്നിഫൈഡ് രീതിയിൽ നമുക്ക് ഡിഫറൻസസ്
കുറിച്ചൊരു കോൺവെർസേഷൻ പോലും നിലനിർത്താൻ പറ്റിയില്ല എങ്കിൽ പിന്നെ ഈ ഡയഗ്നോസിസ് കിട്ടിക്കൊണ്ട് വാട്ട് ഇസ് ദ പോയിന്റ്? ദാറ്റ് ഇസ് നോട്ട് സെൽഫ് അഡ്വക്കസി അല്ലേ? അപ്പോൾ അവിടെ അത്രയും അപ്പോൾ എനിക്ക് അവിടെ സദ്മയായിട്ട് കണക്ട് ചെയ്തത് ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ 30 വർഷം നമ്മൾ ഈ ഒരു ശബ്ദം എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ ശബ്ദം വിച്ച് എവർ വേ, വെൻ ഐ സേ വോയിസ്, ഇറ്റ് ക്യാൻ ബി ത്രൂ ടൈപ്പിംഗ് ഓർ ത്രൂ പോയിട്രി ഓർ ത്രൂ ആർട്ട് ഓർ അവരുടെ ആ എക്സ്പ്രഷൻസിലേക്ക് എത്തിക്കണമെങ്കിൽ കുഞ്ഞു കുട്ടികളാവുമ്പം നാച്ചുറലി അവർ കെയർ ഗിവേഴ്സിൻ്റെ കൂടെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ലീഗലി അവർ ഒന്നിച്ചിരിക്കുന്നത്. സോ അവിടെ കുഞ്ഞുങ്ങളുടെ ഏതൊരു കുട്ടിയാണെങ്കിലും ഒരു ഓട്ടിസ്റ്റിക് എന്നൊക്കെ ലേബൽ കിട്ടുന്നതിന് മുമ്പേ ആണെങ്കിലും ടു ലിസൺ ടു ദ ചൈൽഡ്, ഫോളോ ദ ലീഡ് ഓഫ് ദ ചൈൽഡ് എന്നുള്ള ഒരു പേരൻറ്റിങ് കൾച്ചർ തന്നെ നമുക്കില്ല, സ്കൂളിംഗ് കൾച്ചർ തന്നെ നമുക്കില്ല. നമ്മളെല്ലാവരും പേരൻസ് പറയണത് കേൾക്കുക, ഒരു ഒബീഡിയൻസ്, ഒരു കൺട്രോൾ, കറക്ഷൻ, ക്രിറ്റിസിസം കൾച്ചറിൽ കിടക്കുമ്പോൾ ഹൗ ഡു വി get to know more about what is happening to the children എന്നുള്ളതിൽ പേരൻസിന് ആദ്യം അതിനുള്ള അറിവും സ്കില്ലും സപ്പോർട്ടും വേണം. പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? പ്രൊഫഷണൽസിന് അതിനുള്ള നോളജ്, സ്കിൽ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം വേണം. സോ ദിസ് ഇസ് ഓൾസോ ഇൻ്റർട്വൈൻ. സോ ഒരാളുടെ അടുത്തല്ല എല്ലാ നോളജും എല്ലാ സ്കില്ലും എല്ലാ സപ്പോർട്ട് സിസ്റ്റംസും ഒരാളുടെ അടുത്ത് നിന്നല്ല വരുന്നത്, എല്ലാവരും കൂടെ ഒന്നിച്ചാണ് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ കുട്ടികളുടെ കയ്യിൽ നിന്നും അത് വേണം, കുറേ പേരൻസിൻ്റെ കയ്യിൽ നിന്നായിരിക്കും, കുറേ പ്രൊഫഷണൽസിൻ്റെ കയ്യിൽ നിന്നായിരിക്കും, കുറേ റീസേർച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും, പിയർ ഗ്രൂപ്പ്, സൊസൈറ്റി. സോ ഓൾ ഓഫ് us ഷുഡ് ബി ടുഗെദർ. പക്ഷേ ഇവിടെ ഒരു ന്യൂറോ ഡൈവേഴ്സിറ്റി കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഹോൾ കോൺസെപ്റ്റിനെ it was like scattering and crashing down into pieces, and that was more shocking for me. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് സെൽഫ് അഡ്വക്കേറ്റിൻ്റെ അവിടുത്തെ അഗ്രഷനും റേജും ഒക്കെ ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. ഐ ടെക്സ്റ്റഡ് ഹർ സെയിങ് ക്യാൻ വി സ്പീക്ക് വെൻ യു ആർ ബെറ്റർ ഫ്രെയിം ഓഫ് മൈൻഡ്, ബട്ട് ഷീ ഇഗ്നോർഡ്. പക്ഷേ വാട്ട് വാസ് വേഴ്സ് വാസ് ദ ഓർഗനൈസേഴ്സ് ഓൾസോ. ഞാൻ സെഡ് ഐ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ബിക്കോസ് ദിസ് ഇസ് നോട്ട്. അവരെല്ലാവരും അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത്, ബിക്കോസ് അവിടെ ഓക്വേർഡ് ആയല്ലോ, എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോൾ അതിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ വന്ന് പറഞ്ഞു, നോ യു, ഇറ്റ് വാസ് നോട്ട് ഓക്കെ, യു ഹാൻഡിൽഡ് ഇറ്റ് വെരി വെൽ. എനിക്കറിയാം ഞാൻ അവിടെ പെട്ട പാട്, ബട്ട് സ്റ്റിൽ I was still not okay with it, and I really wanted to really answer because I really wanted to understand what was her question. അപ്പോൾ ഇത് ഉത്തരവൊന്നും പറയാനും പറ്റുന്നില്ല, ഇതൊരു കോൺവെർസേഷൻ ആവുന്നില്ല. അതവിടെ എൻഡായി പോകുമ്പം എനിക്ക് എന്താ പറ്റുന്നത്? കുറേ ബ്ലെയിമും ഷെയിമും എൻ്റെ മേക്ക് വന്നിട്ട് അതെനിക്ക് ഐ നോട്ട് ഏബിൾ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. സോ വാട്ട് ഹാപ്പൻസ്? ഇത് എൻ്റെ ട്രോമയായി മാറാതിരിക്കണമെങ്കിൽ I need to get it out of my body. So അന്നത്തെ ദിവസം, this was in January, of course അന്നത്തെ ദിവസം അന്ന് ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കുറേ കരഞ്ഞു തീർത്തു, ഇഷ്ടം പോലെ കരഞ്ഞു. then I called my husband and I said this was what happened, and as usual he said it's okay, you know your worth, നിങ്ങൾക്ക് അവരുടെ വാലിഡേഷൻ വേണമെന്ന്. and fair enough, logically he is right. പക്ഷേ വികാരത്തിന് എനിക്ക് പറ്റുന്നില്ല. then I came back, I spoke to another ഒരു പേരൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചു, another wonderful parent who will listen and said as I understand. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസസ് പറഞ്ഞു, ഹൗ ബിറ്റ്വീൻ പേരൻസ് ഒരു പേരൻറ്റ് മറ്റേ പേരൻറ്റിനെ ഷെയിം ബ്ലെയിം ചെയ്യുക, ഓരോരുത്തരുടെ ജേർണി. സോ ദിസ് ഇസ് ദെയർ റാമ്പൻറ്റ് അക്രോസ്. സോ കമ്മിങ് ബാക്ക് ടു ഈ April 2 ഇങ്ങനെ ഓരോ ഡേയ്സും ഓരോ ഡിസബിലിറ്റീസിനൊക്കെ വയ്ക്കുമ്പം നമ്മളുടെ ബോട്ടം ലൈൻ ഇസ് വി ആർ ഓൾ ഡിഫറെൻറ്റ്. And let us be okay with the differences, and let us deal with these differences with dignity. ഈ ഡിസഗ്രിമെൻറ്റ്സ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞൂടാത്തിടത്തോളം കാലം ഈ കുറേ ഡേകളും ഒക്കെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഡൈവേഴ്സിറ്റി അല്ല നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, വീണ്ടും സെഗ്രിഗേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി അൺഫോർച്ചുനേറ്റ്. സോ ഞാൻ ഇന്നൊരു ഓട്ടിസം എന്നുള്ള വാക്ക് തന്നെ ഇപ്പോൾ എനിക്ക് പറയാനുള്ള, നോ, ഐ ജസ്റ്റ് വോണ്ട് ടു സ്റ്റിക്ക് ടു ഡിഫറൻസസ് and neurodiverse, because all of us are, because I have thankfully I have the privilege of working with many autistic adults who are advocating for themselves at their homes, in their workplaces. നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ അഗ്രഷൻ എന്നുള്ളത് വരുമ്പം അതിൻ്റെ താഴെ ഒരുപാട് സങ്കടം അവിടെ ഹീൽ ചെയ്തിട്ടില്ല, അതിൻ്റെ താഴെ ഒരുപാട് അങ്ങനെ ആങ്സൈറ്റി കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നും ഹീൽ ചെയ്യാത്ത ആൾക്കാർ ഹോൾഡിങ് പ്ലേസസ് ഓഫ് പവർ ആൻഡ് പൊസിഷൻസ് വരുമ്പോൾ ദാറ്റ് ക്യാൻ ബി വെരി പ്രോബ്ലമാറ്റിക് ആൻഡ് ഡാമേജിങ്. അപ്പോൾ ഈ കുട്ടി ഒരു പൊസിഷനിലിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് വെരി വറിയിങ് സ്റ്റിൽ. ആൻഡ് ദി അതർ പീപ്പിൾ ഹു കുഡ് നോട്ട് സപ്പോർട്ട്, ദേ ആർ ഓൾസോ ഇൻ ഹൈ പൊസിഷൻസ്. സോ ഈ ഒരു കാര്യമാണ് വറിയിങ് ആയാലും. നമ്മൾ കുറേ കോൺഫറൻസസും സെമിനാർസും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആൻഡ് ദെൻ വാട്ട് ഇഫ് വി കനോട്ട് ഡിസഗ്രി,
then what was the point? നമ്മൾ ഈ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് വാട്ട് ഇസ് ഡൈവേഴ്സിറ്റി? വി നീഡ് ടു ഏബിൾ ടു ഹാവ് കോൺവെർസേഷൻസ്, യു നോ, വി ക്യാൻ ഡിസഗ്രി ഇല്ല. അപ്പോൾ അത് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ഫെൽറ്റ്. ആ സദ്മ എന്ന് പറയുന്നത് ട്രോമ എന്നുള്ളതാണ്. അതെനിക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിപ്പോൾ ഞാൻ പല പല രീതിയിലായി റോട്ട് അബൌട്ട് ഇറ്റ്, ഐ സ്പോക്ക് ടു പീപ്പിൾ നൗ ദേ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ ഡിബേറ്റ് ചെയ്യാമായിരുന്നു വേണോ വേണ്ടിയോ എന്ന്. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഈ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമ ഇസ്, ഞാൻ അവിടെ പ്ലീസ് ലിസൺ ടു മീ, ദിസ് ഇസ് വാട്ട് ഐ ഹവ് ബീൻ ട്രൈങ് ടു ഡു. യെസ്, ഐ ആം വിത്ത് യു, ഐ ആം എൻ അലൈ. ഇങ്ങനെ ചവിട്ടി താഴ്ത്തല്ലേ എന്ന് പറയാനുള്ള ശ്രമം, ആ ഒരു ജേണി അങ്ങ് മറന്നു പോയി നിൽക്കുന്ന, ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞി കൊച്ചിനെ വളർത്തി വലുതാക്കി ദേർ ഷീസ് ദേർ ഗെറ്റിംഗ് ദ വോയിസ് ഏ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കുട്ടി കംപ്ലീറ്റ്ലി എല്ലാം മറന്നു പോയിട്ട് യു ഗെറ്റ് ലോസ് എന്ന് പറയുന്ന പോലത്തെ ഒരു ആ കമലഹാസനുണ്ടായ ഫീലിങ്ങിൻ്റെ അവസ്ഥയായിരുന്നു അന്ന് എനിക്ക്. സോ ഇഫ് വി ഹാവ് സച്ച് ഇവൻറ്റ്സ് നമുക്ക് അൺറിസോൾവ് ആയിട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വി ഡോണ്ട് ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം. നമുക്ക് എവിടെയാണോ അത് കേൾക്കേണ്ടത് അവർ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ വാട്ട് ഡു വി ഡു? തിരിച്ച് പിന്നെയും അങ്ങോട്ട് 2-3 തവണ ട്രൈ ചെയ്തു, പക്ഷേ ഇറ്റ്സ് ലൈക്ക് എ ക്ലോസ് ചാപ്റ്റർ. ഐ റോട്ട് സെവറൽ മെയിൽസ് ബട്ട് no positive responses to engage in a conversation. So I left it. So it is a closure for me there now. പക്ഷേ എൻ്റെ ഉള്ളിൽ ക്ലോഷർ ആയിട്ടില്ലെങ്കിലോ നമ്മുടെ ഉള്ളിൽ ക്ലോഷർ ആയിട്ടില്ലെങ്കിലോ we need to find our own ways to get it out of our system, because this is your experience. അല്ലെങ്കിൽ നമ്മളുടെ അവിടെ ഉള്ളിൽ അത് കിടന്ന് വേറെ എവിടേക്കെങ്കിലും ഒക്കെ ഇത് ട്രാൻസ്ഫർ ആവും. സോ I just wanted to share this specifically on this particular day, because this was my lived experiences and it matters. And where her experiences, so whatever caused her that rage, that matters too. പക്ഷേ എൻഗേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു സങ്കടം തന്നെയാണ്. പക്ഷേ now I have healed because I have spoken a lot about this. ഇനി കിട്ടുന്ന ഫോറത്തിലൊക്കെ ഞാനിത് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമ്പിൾ പറയും, because the ultimate aim is we come back and respect differences and make every lived experiences matter, because all of us matter. Okay, thank you so much, and like, share and subscribe.